സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. മർവാൻ ബർഖൂത്തിയെ ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കൈവിലങ്ങ് പൊക്കിപ്പിടിച്ചുള്ള ബർഖൂത്തിയുടെ ചിത്രം പലസ്തീൻ പോരാട്ടത്തിന്റെ പ്രതീകമാണ്. ആ കൈവിലങ്ങുകൾ പലസ്തീൻ ഒരുമയ്ക്ക് മേൽ ഇസ്രയേൽ ഇട്ട ചങ്ങലയാണെന്നും നമുക്ക് പറയാം. പലസ്തീൻ തെരുവുകളിൽ പലയിടത്തും ബർഖൂത്തിയുടെ കൈവിലങ്ങിട്ടുള്ള ചിത്രം വരകളിലൂടെ പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചില ദൃശ്യങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബർഖൂത്തിയെ പലസ്തീൻകാർ ഒന്നടങ്കം ഇത്രമാത്രം സ്നേഹിക്കുന്നത്? വെടിനിർത്തലിന് ശേഷം മോചിപ്പിക്കാനുള്ള തടവുകാരുടെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ബർഖൂത്തി ഉണ്ടായിരുന്നു. പക്ഷേ നെതന്യാഹുവിൻ്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് അത് വെട്ടി. എന്തുകൊണ്ടാണ് നെതന്യാഹു ബർഖൂത്തിയെ ഇത്രമേൽ പേടിക്കുന്നത്? ആ പ്രസക്തമായ ചോദ്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത്. ബർഖൂത്തിയെ നമുക്ക് വിശദമായി തന്നെ അറിയാം. അതിനു മുമ്പ് ഒരു ദൃശ്യം കാണിക്കാം. ഇസ്രയേൽ മന്ത്രിയും വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരകനുമായ ഇറ്റാമർ ബെൻഗ്വർ, ആ സോഡ കണ്ണാടിയൊക്കെ വെച്ച ആ മനുഷ്യൻ ജയിലിൽ ഒരു തടവുകാരനെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ചിത്രം, അല്ലെങ്കിൽ ഈ ദൃശ്യം. നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ നേരത്തെ കണ്ട ബർഖൂത്തി തന്നെയാണ് ബെൻഗറിന് മുന്നിൽ നിൽക്കുന്ന ഈ വയസ്സായ തടവുകാരൻ. അയാൾ ഇസ്രയേലിന്റെ തടവിലായിട്ട് 23 വർഷമാവുകയാണ്. പ്രായവും തടവും ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിൽക്കുന്ന ബർഖൂത്തിയെ ഉത്തരം പറയാൻ പോലും ഇസ്രയേലിന്റെ ആ ക്രൂരനായ മന്ത്രി സമ്മതിക്കുന്നില്ല എന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലസ്തീൻ ജനതയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഒരു വലിയ ആശങ്കയിലാണ്. അതിന് കാരണം മർവാൻ ബർഖൂത്തിയെക്കുറിച്ചുള്ള ചില വാർത്തകളാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഫ്രീ മർവാൻ ബർഖൂത്തി ക്യാമ്പയിനും സജീവമായിരിക്കുകയാണ്. ബർഖൂത്തിയുടെ കുടുംബാംഗങ്ങൾക്ക് വന്ന ഒരു ഫോൺ കോളാണ് എല്ലാ ആശങ്കകളുടെയും തുടക്കം. അടുത്തിടെ ജയിൽ മോചിതനായ പലസ്തീൻകാരൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ബർഖൂത്തിയുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രയേലി ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബർഖൂത്തിയെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചെവിയുടെ ഒരു ഭാഗം മുറിച്ചു മാറ്റി. വാരിയെല്ലുകൾ, വിരലുകൾ, പല്ലുകൾ എന്നിവ തകർന്നു എന്നാണ് ആ മുൻ തടവുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ ആൾ കുടുംബാംഗങ്ങളെ വേദനയോടെ അറിയിച്ചത്. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പലസ്തീൻ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലസ്തീനിയൻ പ്രിസണേഴ്സ് സൊസൈറ്റി പോലുള്ള സംഘടനകളും മറ്റ് മനുഷ്യാവകാശ ഗ്രൂപ്പുകളും കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർഖൂത്തിയെ ഇസ്രയേൽ ജയിലിൽ വെച്ച് ഇല്ലായ്മ ചെയ്യും ഇസ്രയേൽ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. ഇറ്റാമർ ബെൻഗർ എന്ന ദുഷ്ടനായ മന്ത്രി ബർഖൂത്തിയെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം കൂടി വന്ന ഒരു പശ്ചാത്തലം അതിനുണ്ട്. ബർഖൂത്തിയെ ജയിലിൽ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിലുള്ള വിവരം. അതിനിടയിലാണ് മർദ്ദനമേറ്റത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ജയിലുകളിൽ പലസ്തീൻ തടവുകാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം കൂടിയതായാണ് റിപ്പോർട്ടുകൾ. പലർക്കും ക്രൂരമായ മർദ്ദനമേറ്റു. ചിലരെ തടവ് സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇങ്ങനെ തുടങ്ങി നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. വെടിനിർത്തലിന് ശേഷം ഈ ക്രൂരതയ്ക്ക് അല്പം ആശ്വാസം ഉണ്ടായി എന്നാണ് വിവരം. പക്ഷേ അതിനിടയ്ക്കാണ് ബർഖൂത്തിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ വന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെയാണ് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ ജയിലിൽ വാർഡുമാർ ആക്രമിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് മോചിതരായവർ പറയുന്നത്. നിസാര കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വിനോദത്തിന് വേണ്ടി മർദ്ദിക്കുന്നു, ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തു വന്നവർ പറയുന്നത്. അതുപോലെ തന്നെയാണ് ബർഖൂത്തിയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഇപ്പോൾ ഇസ്രയേലിലെ ജയിലിലെ ഗാർഡുമാർ മർദ്ദിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്നാൽ ഈ ആരോപണത്തെ ഇസ്രയേൽ നിഷേധിക്കുകയാണ്. ഇത് അടിസ്ഥാനരഹിതമാണ്, ജയിൽ ജീവനക്കാർക്കെതിരെയുള്ള ദുഷ്പ്രചരണം മാത്രമാണ് എന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. എന്നാൽ ബർഖൂത്തിയോടുള്ള ഇസ്രയേലിന്റെ പൊതു സമീപനം വെച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സത്യമാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അത്രമാത്രം മർവാൻ ബർഖൂത്തിയുടെ സാന്നിധ്യത്തെ ഇസ്രയേൽ പേടിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയണമെങ്കിൽ മർവാൻ ബർഖൂത്തിയുടെ സ്വാധീനം, പലസ്തീൻ ജനതയ്ക്കുള്ളിലുള്ള സ്വാധീനം നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ബർഖൂത്തിയെ ആരാധനയോടെ പലസ്തീൻ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പലസ്തീൻകാർ വിശേഷിപ്പിക്കുന്നത് പലസ്തീൻ മണ്ടേല എന്നാണ്. അതിൽ തന്നെ എല്ലാമുണ്ട്. യാസർ അരാഫത്തിന് ശേഷമുള്ള പലസ്തീൻ നേതാക്കൾക്ക് ഒരു ന്യൂനതയുണ്ട്. അവർ ഒന്നുകിൽ ഗാസയിൽ ജനപ്രിയനായിരിക്കും, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ. അരാഫത്തിനെ പോലെ രണ്ടിടത്തും ഒരുപോലെ അംഗീകാരമുള്ള നേതാക്കൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്നാൽ മർവാൻ ബർഖൂത്തി ആ അപൂർവതയാണ്. അരാഫത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഫത്താഹ്, അതായത് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ നേതാവാണ് ബർഖൂത്തിയെങ്കിലും അദ്ദേഹത്തിന് ഹമാസ് ഭരിക്കുന്ന ഗാസയിലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്.
നിലവിലെ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന് ശേഷം പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള നേതാവായിട്ടാണ് മിക്കവരും ബർഖൂത്തിയെ കാണുന്നത്. അദ്ദേഹമാണ് ജയിലിലുള്ളത്. മെഹ്മൂദ് അബ്ബാസിനേക്കാളും ബർഖൂത്തിക്ക് ജനപിന്തുണയുണ്ടെന്നാണ് ചില സർവേകൾ പറയുന്നത്. മറ്റ് ഫത്താ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ബർഖൂത്തിക്ക് ഹമാസ് നേതാക്കളുമായി നല്ല ബന്ധമാണ്. അതായത് ഈ ഹമാസിനെയും ഫത്തായെയും ഇങ്ങനെ രണ്ട് ധ്രുവത്തിൽ നിർത്തുക എന്നത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവർ ശത്രുതയിൽ തുടരുക എന്നത് പറയുന്നത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. അതായത് ഫത്തയെയും ഹമാസിനെയും അതുവഴി ഗാസയും വെസ്റ്റ് ബാങ്കിനെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരേ ഒരു നേതാവാണ് ബർഖൂത്തി എന്ന് പറയാം. ഇതെല്ലാം കൊണ്ട് തന്നെ പലസ്തീൻ സമൂഹത്തിലാകെ ബർഖൂത്തിക്കുള്ളത് അസാധാരണമായ സ്വാധീനമാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പലസ്തീൻ ജനതയെ മുഴുവൻ ഒരു കുടക്കീഴിൽ, വെസ്റ്റ് ബാങ്ക് എന്നോ ഗാസയെന്നോ മാറ്റി നിർത്താതെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് മർവാൻ ബർഖൂത്തി. പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് മർവാൻ ബർഖൂത്തിയെ ഇത്രയും പേടി. ഗാസയിലെ ഹമാസും വെസ്റ്റ് ബാങ്കിലെ ഫത്തയും ഒരുമിച്ചാൽ അത് ഇസ്രയേലിന് തിരിച്ചടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വിഘടിച്ച് ശത്രുതയിൽ നിൽക്കേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ശത്രുതയിൽ നിൽക്കണമെങ്കിൽ ബർഖൂത്തിയെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം പലസ്തീനിൽ ഉണ്ടാകരുത്. ബർഖൂത്തി മോചിപ്പിക്കപ്പെട്ടാൽ പലസ്തീൻ രാഷ്ട്രീയം ഏകീകരിക്കപ്പെടുകയും അത് ഇസ്രയേലിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. മാത്രമല്ല മർവാൻ ബർഖൂത്തി ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്ന നേതാവാണ്. അതായത് ഇസ്രയേലും വേണം പലസ്തീനും വേണം എന്നുള്ള ആ ഒരു വാദത്തെ പിന്തുണയ്ക്കുന്ന നേതാവാണ്. പക്ഷേ പലസ്തീൻ രൂപീകരിക്കുന്നു എങ്കിൽ അത് 1967 അതിരുകളിലായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതായത് പണ്ട് UN അംഗീകരിച്ച അതിരുകളിലായിരിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതും ഇസ്രയേലിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മർവാൻ ബർഖൂത്തിയെ എല്ലാ കേസുകളുടെ പേരിൽ തടവിലാക്കുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. 2002 മർവാൻ ബർഖൂത്തി അറസ്റ്റിലായത്. ബർഖൂത്തിക്കെതിരെ കൊലപാതകം, ഭീകരവാദ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വളരെ വിചിത്രമായ വിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബർഖൂത്തിക്ക് മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലി കോടതിയുടെ അധികാര പരിധി അംഗീകരിക്കാൻ വിസമ്മതിച്ച ബർഖൂത്തിയെ 5 ജീവപര്യന്തം തടവിനും 40 വർഷത്തെ അധിക തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ ശിക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബർഖൂത്തിയെ ഒരു വിധത്തിൽ മോചിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അതായത് ഒരു കാരണവശാലും ബർഖൂത്തി ജയിൽ മോചിതനാകരുത് എന്നുള്ള കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷ എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഇസ്രയേലി അധിനിവേശത്തിനെതിരായ 1ാം ഇൻതിഫാദയിലും 2ാം ഇൻതിഫാദയിലും ബർഖൂത്തി പ്രധാന സംഘാടകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പലസ്തീൻ പ്രതിരോധത്തിൻ്റെ ഒരു മുഖമായാണ് ബർഖൂത്തി അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പലരും അദ്ദേഹത്തെ ദക്ഷിണാഫ്രിക്കൻ നേതാവായ നെൽസൺ മണ്ടേലയുമായി താരതമ്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് പലസ്തീൻ മണ്ടേല എന്ന പേര് വന്നത്. അതിന് കാരണം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി മാറിയ വ്യക്തി എന്നുള്ള നിലയാണ്. നമുക്കറിയാം മണ്ടേലയും അതുപോലെയായിരുന്നു. പലസ്തീൻ മണ്ടേല എന്ന വിശേഷണം കാരണം ബർഖൂത്തിക്ക് അന്താരാഷ്ട്ര തലത്തിലും വലിയ പിന്തുണയുണ്ട്. ബർഖൂത്തി മോചിപ്പിക്കപ്പെട്ടാൽ പലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇസ്രയേൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് ഇഞ്ചിഞ്ചായി കൊല്ലാൻ പദ്ധതിയിടുന്നത് എന്നാണ് മനുഷ്യാവകാശ സംഘടനകളെല്ലാം ആശങ്കപ്പെടുന്നത്. ഇസ്രയേൽ ബർഖൂത്തിയെ വിശേഷിപ്പിക്കുന്നത് ഭീകരനായിട്ടാണ്. ബർഖൂത്തി മോചിതനായാൽ അത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് നെതന്യാഹുവിൻ്റെയും സംഘത്തിൻ്റെ വാദം. സ്ഥിരം വാദമാണ്. സത്യത്തിൽ പലസ്തീൻ ജനതയെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ബർഖൂത്തിയെ ഇസ്രയേലിന് അത്രത്തോളം പേടിയാണ് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ബർഖൂത്തിക്ക് ജയിലിൽ ക്രൂരമർദ്ദനമേറ്റുന്ന വാർത്ത പരന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഫ്രീ മർവാൻ ബർഖൂത്തി ക്യാമ്പയിൻ വീണ്ടും സജീവമായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പണ്ട് നെൽസൺ മണ്ടേലയുടെ മോചനത്തിനായി നടത്തിയ ആഗോള ക്യാമ്പയിൻ്റെ മാതൃകയിലാണ് ഇതിനായി ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുന്നത്. ഇസ്രയേലി കോടതിയെ അംഗീകരിക്കാതിരുന്ന ബർഖൂത്തിയുടെ വിചാരണ നിയമവിരുദ്ധമാണ് എന്നാണ് ക്യാമ്പയിൻ വാദിക്കുന്നത്. ലോകമാകെയുള്ള 200-ലധികം പ്രമുഖ സാംസ്കാരിക, സാമൂഹിക, കായിക രംഗത്തെ വ്യക്തികൾ ക്യാമ്പയിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ബർഖൂത്തിയെ മോചിപ്പിക്കണമെന്നതാണ് മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇസ്രയേലിൻ്റെ ദുഷ്ടശക്തികൾ അതിന് സമ്മതിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ കിട്ടാനായി
കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.